അസുരവിത്ത് എന്ന നോവലിൻ്റെ 18-ാം ഭാഗമാണ് നിങ്ങളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. എലിസബത്തുമായുള്ള അടുപ്പം കൂടിക്കൂടി വരും തോറും റിൻസി കുറേശ്ശെ ആൻസിയിൽ നിന്നും അകന്നു തുടങ്ങി. എലിസബത്തിൻ്റെ രീതികൾ ആൻസിയുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. പഠനത്തിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. ആൺകുട്ടികളുമായി ചെങ്ങാത്തം കൂടി നടക്കണം. കഴിയുമെങ്കിൽ അവരുടെ കൂടെ വല്ല സിനിമയ്ക്കോ പാർക്കിലോ ഒക്കെ പോകണം. അത്ര മാത്രമേ ഉള്ളൂ. എന്താണ് എന്നറിയില്ല. എലിസബത്തിൻ്റെ ഇത്തരം സ്വഭാവങ്ങൾ അറിയാവുന്നതുകൊണ്ടായിരിക്കണം ആൻസി അപ്പോൾ തന്നെ റിൻസിയെ വിലക്കിയതാണ്. അവളുടെ കൂടെ പോയാൽ നശിക്കാനേ സാധ്യതയുള്ളൂ, അതുകൊണ്ട് പോകരുത്, നശിക്കരുത് എന്ന്. എന്നാൽ റിൻസിയെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസമായില്ല. അവൾ നോക്കുമ്പോൾ എലിസബത്തിൻ്റെ അടുത്ത് യോജിക്കാൻ കഴിയാത്ത സ്വഭാവങ്ങളൊന്നും ഉള്ളതായി കണ്ടില്ല. മാത്രവുമല്ല, അവൾ എലിസബത്തുമായി കൂടുതൽ അടുക്കുകയും ചെയ്തു. ആ ആഴ്ചയിൽ ഒരു ദിവസം എലിസബത്ത് ക്ലാസ്സിൽ വന്നില്ല. പനിയായിരുന്നു എന്നെഴുതി ലീവ് ലെറ്റർ കൊണ്ടുവന്നു കൊടുത്തു. എന്നാൽ പിറ്റേ ദിവസം വന്നപ്പോൾ പനിയുടേതായ ലക്ഷണങ്ങളൊന്നും കാണാത്തതുകൊണ്ട് റിൻസി അവളോട് ചോദിച്ചു, നിനക്ക് ഇന്നലെ പനിയായിരുന്നു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് നിന്നെ കണ്ടിട്ട് പനി പിടിച്ചതിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ. ഇതെന്താ, ടൈം ടേബിൾ വെച്ചുള്ള പനിയോ അതോ ഇല്ലാ പനിയോ? ടൈം ടേബിൾ വെച്ചുള്ള പനിയും ഉള്ളതായി കേട്ടിട്ടുണ്ട്. 8-10 മണിക്കൂർ നേരത്തേക്ക് പനി വരും. അത് കഴിയുമ്പോഴേക്കും വീണ്ടും ഉഷാറാവുകയും ചെയ്യും. നിൻ്റെയൊക്കെ നാട്ടിൽ വരുന്ന പനി അങ്ങനത്തെയാണോ? എൻ്റെ പൊന്ന് റിൻസി, നീ വേറെ ആരോടും പറയില്ലെങ്കിൽ ഞാൻ കാര്യം പറയാം. എനിക്കെങ്ങും പനിയൊന്നുമില്ലായിരുന്നു. ഇന്നലെ ഒരുത്തൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് പോകാൻ ഒത്തു. കിട്ടിയ ചാൻസ് വെറുതെ കളയാൻ പറ്റുമോ? ക്ലാസ്സിൽ വന്നാൽ അതിന് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവനെയും പൊക്കി സിനിമയ്ക്ക് പോയി. സിനിമ കഴിഞ്ഞപ്പോഴേക്കും വൈകിട്ട് ക്ലാസ് വിടേണ്ട സമയമായി. അപ്പോൾ തന്നെ ഞാൻ നിൽക്കുന്ന വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇതൊന്നും അത്ര നല്ല സ്വഭാവമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ കാരണവന്മാർ പഠിപ്പിച്ച പ്രകാരം അങ്ങനെയൊന്നും പോകാൻ പാടില്ല. പഠിക്കാൻ വന്നാൽ മുഴുവൻ സമയവും പഠിപ്പിൽ തന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ്. പഠനത്തിൽ ശ്രദ്ധിച്ചാലേ നമുക്കൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. നിന്നെ പഠിപ്പിച്ചത് അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ടാണല്ലോ നിനക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ ഒരു മടിയും തോന്നാത്തത്. എന്നെയും പഠിപ്പിച്ചു തന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അവർ പഠിപ്പിച്ച കാര്യങ്ങൾ അതുപടിയാണോ നമ്മൾ ജീവിതത്തിൽ ഇനി ചെയ്യേണ്ടത്? ജീവിതത്തെക്കുറിച്ച് അവരെന്തെങ്കിലും പഠിപ്പിച്ച് തരുന്നുണ്ടോ? മാത്രമല്ല, അവരുടെയൊക്കെ ചെറുപ്പത്തിൽ അവരെങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാമോ? ഇന്നത്തെ കാര്യം കുശാലായി കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യം. നാളെ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ലാത്ത നമ്മൾ അത്രയൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. നീ വീട്ടിൽ നിന്ന് കുറേ അകലെ ആയതുകൊണ്ട് എന്ത് ചെയ്താലും വീട്ടിൽ അറിയുകയുമില്ല, ആരും ചോദിക്കുകയുമില്ല. അതുകൊണ്ട് നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം, കുഴപ്പമില്ല. റിൻസിക്ക് സിനിമയ്ക്ക് വരണമെങ്കിൽ ആരും കാണാതെ ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോയി തിരിച്ച് നിന്നെ വിടാം. മോർണിംഗ് ഷോ ഉണ്ടടി, 10:30 തുടങ്ങുന്നത്. അതിന് പോയാൽ 12 കഴിയുമ്പോഴേക്കും തീരും. ബാക്കി സമയം എതിലെയെങ്കിലും തുക്കി നടന്നിട്ട് വൈകുന്നേരം നാട്ടിലേക്ക് പോകാം. ഒരു പൂച്ചക്കാളിയും അറിയാൻ പോകുന്നില്ല. നിനക്ക് വേണമെങ്കിൽ നീ പറഞ്ഞോ, സാഹചര്യം ഞാൻ ഒപ്പിച്ചു തരാം. ടിക്കറ്റ് എടുത്തു തരാനും നമ്മുടെ കൂടെ വരാനും ആരെങ്കിലും പൂവാലന്മാരും കാണും. അവരെയും നമുക്ക് സംഘടിപ്പിക്കാം. എന്തിനും തയ്യാറുള്ളവന്മാരുണ്ടടി. അപ്പോൾ പിന്നെ നമ്മളെന്തിനു പേടിക്കണം? ആൺപിള്ളേരുടെ കൂടെ സിനിമയ്ക്ക് പോകാനൊന്നും ഞാനില്ല. നമ്മൾ രണ്ടുപേരും തന്നെയാണെങ്കിൽ പിന്നെയും കൊള്ളാം. അങ്ങനെ പോകുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്.
റിൻസി തൻ്റെ വഴിക്ക് തന്നെ വരുന്നതായി എലിസബത്തിന് തോന്നി. എന്നാലും പൂർണ്ണമായി ആ വഴിയിലേക്ക് വന്നിട്ടുമില്ല. ശ്രമിച്ചാൽ അവളെ കൊണ്ടുവരാൻ കഴിയും. നോക്കട്ടെ. നമ്മൾ രണ്ടുപേരും തന്നെ സിനിമയ്ക്ക് പോയിട്ട് എന്ത് രസമാണ്. എത്രയാണെങ്കിലും ആൺകുട്ടികൾ കൂടെ വേണം. എന്നാലേ ഒരു രസമുള്ളൂ. അവർക്ക് രസം വേണമെങ്കിൽ നമ്മളും വേണം. നമുക്ക് രസം വേണമെങ്കിൽ അവരും വേണം. അന്ന് തൽക്കാലം അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. എങ്കിലും റിൻസിയുടെ മനസ്സിൽ അങ്ങനെയൊരു മോഹമുണ്ടായി. അവളുടെ കൂടെ ഒരിക്കൽ ഒരു സിനിമ കാണാൻ പോയാൽ എന്താ കുഴപ്പം? എല്ലാ ദിവസവും ഒരുപോലെ വരികയും പോവുകയും ചെയ്യുകയല്ലേ. ഇപ്പോൾ അതിൽ ഒരു രസവും അവൾക്ക് തോന്നിയില്ല. ഒരു തരം ആവർത്തന വിരസത അനുഭവപ്പെട്ടു തുടങ്ങി. മാറ്റം എന്തെങ്കിലും വേണ്ടേ? തന്നെയുമല്ല, പല കുട്ടികളും പല ദിവസങ്ങളിലും ക്ലാസ്സിൽ കയറാതെ ഉണ്ട്. എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുന്ന ആൻസിയെപ്പോലുള്ളവർ കുറച്ചു പേർ മാത്രം. ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നതിൻ്റെ രസം ഒന്ന് അനുഭവിക്കണം എന്ന് റിൻസിക്ക് തോന്നി. അവളുടെ തോന്നൽ കൃത്യമായി അറിയാവുന്നതുപോലെ തന്നെ എലിസബത്ത് ഇടപെടുകയും ചെയ്തു. അങ്ങനെ അവർ പിറ്റേ ദിവസം ഒരു സിനിമയ്ക്ക് പോകാനുള്ള പ്ലാൻ ചെയ്തു. വിവരം ആൻസി അറിയാതിരിക്കാൻ രണ്ടുപേരും വളരെ ശ്രദ്ധിച്ചു. ഏതെങ്കിലും കാരണവശാൽ അവൾ അറിഞ്ഞാൽ വിവരം വീട്ടിലറിയുമോ എന്ന ഭയമായിരുന്നു റിൻസിക്ക്. അന്ന് വൈകുന്നേരം മുതൽ തന്നെ റിൻസിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യമായിട്ടാണ് അനുസരണക്കേട് കാണിക്കാൻ പോകുന്നത്. വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഏകദേശം തീർച്ചയായ കാര്യമാണ്. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവുക എന്നത് ശരിയല്ല എന്ന് മനസ്സിൽ തോന്നിയിട്ടും അത് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവുക എന്നത് തികച്ചും ശരിയല്ലാത്ത കാര്യമാണ്. പോകാതെ ഇരുന്നാൽ എലിസബത്തിൻ്റെ മുൻപിൽ താൻ ഒരു പേടിത്തൊണ്ടിയായി മാറിയേക്കും. വേണോ വേണ്ടയോ എന്നൊരു സംശയം മനസ്സിനെ മഥിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അന്നത്തെ ഒരു രാത്രി ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. വേണമെന്ന് ഒരിക്കൽ പറയും, അതേ മനസ്സ് തന്നെ വേണ്ട എന്ന് തിരിച്ചും പറയും. ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ മനസ്സിന് പോലും കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് താനൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക? അങ്ങനെ പോയാൽ തന്നെ ഒരു തവണ പോകുന്നത് കൊണ്ട് നേരിട്ട് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിലും അത് പിന്നീട് പലപ്പോഴും പോകാനുള്ള ഒരു ആരംഭമാകും. അതാണ് അതിൽ പ്രധാന പ്രശ്നം. ഒരു തവണ അറിഞ്ഞില്ലെങ്കിലും എപ്പോഴെങ്കിലും അപ്പൻ അറിയുകയും ചെയ്യും. അവസാനം എല്ലാ പ്രശ്നത്തിനും രക്ഷയ്ക്ക് എത്തിപ്പെടുന്ന ആളിൻ്റെ അടുത്തേക്ക് തന്നെ ഈ പ്രശ്നവും കൊണ്ടുപോയി അവതരിപ്പിച്ചു. രാവിലെ ആകുമ്പോഴേക്കും ഒരു പരിഹാരമുണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവൾ കിടന്നുറങ്ങി. രാവിലെ തന്നെ പതിവിന് വിപരീതമായി അക്കാമ്മ വന്ന് വിളിച്ചിട്ടാണ് അവൾ എഴുന്നേറ്റത്. ഒരു കാര്യം തലേദിവസം വൈകുന്നേരം അവളോട് പറയാൻ മറന്നുപോയതാണ് പോലും. ഗോണിക്കുപ്പയിൽ വാങ്ങിയ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ഇന്നാണ് നടത്തേണ്ടത്. മക്കളുടെ രണ്ടുപേരുടെയും പേരിലാണ് എഴുതുന്നത്. അതുകൊണ്ട് അവർ അവിടെ ചെല്ലണം. അവിടെ നിയമങ്ങൾ വളരെ കർശനമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വാങ്ങിക്കുന്നയാൾ പോകാതിരുന്നാൽ സ്ഥലം രജിസ്ട്രേഷൻ നടക്കില്ല. നടക്കാതിരുന്നാലും ശരിയാകില്ല. അതുകൊണ്ട് ഒരു ദിവസത്തെ ക്ലാസ് പോയാലും സാരമില്ല എന്ന് പറഞ്ഞു എന്നാണ് അക്കാമ്മ പറഞ്ഞത്. കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ അപ്പച്ചനോട് പോയി പറഞ്ഞുകൊള്ളാനും പറഞ്ഞു. അവൾ വേഗം തന്നെ എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കാപ്പി കുടിച്ചു. അപ്പോഴേക്കും റിജു റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ താൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് മാത്രം എഴുന്നേൽക്കുന്ന അവൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് റെഡിയായി നിൽക്കുന്നു. അവൻ അപ്പോൾ നേരത്തെ വിവരം അറിഞ്ഞിട്ടുണ്ടാവും. തന്നോട് മാത്രം പറഞ്ഞില്ല. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. മക്കൾ രണ്ടുപേരും ഒരുപോലെ തന്നെയല്ലേ. അതിൽ പിന്നെ അവനോട് പറയുകയും ചേച്ചിയായ തന്നോട് പറയാതിരിക്കുകയും ചെയ്യുന്നത് തിരിച്ചു വ്യത്യാസമല്ലേ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതെന്താ അപ്പച്ചൻ എന്നോട് മാത്രം നേരത്തെ വിവരം പറയാതിരുന്നത്? ഞാൻ വരണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ടാണോ? അതോ അവൻ ആൺകൊച്ചായതുകൊണ്ടോ? എന്നാലും അമ്മച്ചി വന്ന് വിളിച്ചല്ലോ. രാവിലെ എന്നോടുകൂടി വരണമെന്നും പറഞ്ഞു. അല്ലെങ്കിലും ഞാനൊരു പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് എന്നെ ഒഴിവാക്കി നിർത്തിയതായിരിക്കും. രാവിലെ അല്പം സെൻറ്റി അടിക്കാമെന്ന് വിചാരിച്ചു റിൻസി.
അതുമാത്രമേ ചിലപ്പോൾ അപ്പൻ്റെ അടുത്ത് ഫലിക്കുകയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും തനിക്ക് സങ്കടമാണെന്ന് കണ്ടാൽ അപ്പന് ഉരുകും. നിന്നോട് വിവരം പറയാൻ അക്കാമ്മയെ ഞാൻ ഏൽപ്പിച്ചിരുന്നതാണ്. അവൾ മറന്നുപോയി കാണും. പല കാര്യങ്ങൾക്കിടയ്ക്കല്ലേ. അല്ലെങ്കിലും നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ. രാവിലെ പറഞ്ഞു കൊണ്ടുപോകാവുന്നതല്ലേ ഉള്ളൂ. ഒരു ദിവസത്തെ ക്ലാസ് പോകുന്നതിന് മുൻപേ ഇപ്പോൾ അവധി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മാത്രവുമല്ല, ചിലപ്പോൾ ഉച്ചയാവുമ്പോഴേക്കും തിരിച്ചു വരാൻ സാധിക്കുകയും ചെയ്യും. ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാം തീർന്നു കിട്ടുകയാണെങ്കിൽ അധിക സമയമൊന്നും അവിടെ വേണ്ട. കഴിയുമെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ നിങ്ങളെ തിരിച്ചു കൊണ്ടാക്കാൻ ശശിയോട് പറയാം. അത്ര തിരക്കിട്ട് പോരുകയൊന്നും വേണ്ട. ഒരു ദിവസത്തെ ക്ലാസ് പോയാലും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നത്തേക്കുള്ള നോട്ട് ഞാൻ ആൻസിയോട് ചോദിച്ച് എഴുതിയെടുത്തുകൊള്ളാം. വൈകുന്നേരമായാലും സാരമില്ല. അന്ന് പോയ സ്ഥലമല്ലേ. ഏതായാലും അവിടെ പോയിട്ട് ഓടിപ്പോരുന്നത് ശരിയല്ല. ഞങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അത്. കഴിയുമെങ്കിൽ എൻ്റെ കൂട്ടുകാരികളെയും കൂടി ഒന്ന് കൊണ്ടുപോകേണ്ടതായിരുന്നു. വല്ല ഒഴിവു ദിവസങ്ങളിലുമായിരിക്കണ്ടേ അപ്പച്ചൻ കാര്യം തീരുമാനിക്കുന്നത്. അതിന് ഇനി അവിടെ പോകാൻ അപ്പച്ചൻ്റെ അനുവാദം മേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്ഥലമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെയും കൂട്ടി അവിടെ പോകാം. അവിടെ ഒരു ഏറുമാടം കൂടി ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. താമസിക്കാൻ വരുന്നവർക്ക് കൂടുതൽ താല്പര്യം ഏറുമാടത്തിൽ താമസിക്കുന്നതാണ് എന്ന് ഞാൻ ഈയിടെ അറിഞ്ഞു. ചിലപ്പോൾ ആരെങ്കിലും ടൂറിസ്റ്റുകൾ വന്നാൽ ആ വകയിലും 10 പൈസ കിട്ടില്ലേ പെണ്ണേ. അപ്പച്ചൻ്റെ ചിന്താഗതി പോകുന്ന വഴി ഭയങ്കരം തന്നെ. എവിടെ നിന്നാണ് ഈ ആശയങ്ങളെല്ലാം കിട്ടുന്നത് എന്നാണ് അതിശയം. ആ തൊമ്മൻചേട്ടനായിരിക്കും ഇത് മുഴുവൻ ഉപദേശിച്ചു കൊടുക്കുന്നയാൾ. ഒഴിവുള്ള സമയത്ത് എവിടെയെങ്കിലും വായിച്ച് എന്തെങ്കിലുമൊക്കെ പുതിയ ആശയങ്ങൾ അപ്പച്ചൻ്റെ തലയിലേക്ക് കയറ്റി കൊടുക്കും. അപ്പച്ചന് അതെങ്ങനെയെങ്കിലുമൊക്കെ നടപ്പിലാക്കുകയും ചെയ്യും. സംസാരിച്ചു കൊണ്ടിരുന്ന് അവർ രാവിലത്തെ ഭക്ഷണം കഴിച്ചു തീർന്നു. റിൻസി ഒരുങ്ങാൻ വേണ്ടി മുറിയിലേക്ക് പോവുകയും ചെയ്തു. പോയ വഴി കർത്താവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ വിഷമസന്ധിയിൽ നിന്ന് ഒഴിവാക്കി തന്നതിന് നന്ദിയും പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ വക ഒരു ഉപദേശം. ഇനി മേലാൽ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അപ്പോൾ തന്നെ പറഞ്ഞ് ഒഴിവാക്കിക്കോണം. ഇങ്ങനെയുള്ള ഏർപ്പാടുകൾക്ക് പോകാൻ സമ്മതിച്ചു വന്ന് എൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞേക്കരുത്. ആ പെണ്ണിനോട് ഒരു മിനിമം അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും. അതിനെ ഞാൻ വിചാരിച്ചിട്ടും നന്നാവുന്നില്ല. അപ്പോൾ ദൈവം കർത്താവ് നേരിട്ട് ഇടപെട്ടത് തന്നെയാണ്. മൂപ്പർക്ക് വിവരമറിയാമായിരുന്നിരിക്കണം. നേരത്തെ തന്നെ ഇവൾക്ക് ഇങ്ങനെ ഒരു വിഷമസന്ധി വരുന്നുണ്ട്, ഇവളെ സഹായിക്കണം എന്ന്. അതിനായിരിക്കും രജിസ്ട്രേഷൻ ഇന്ന് തന്നെ വെച്ചത്. ഏതായാലും അവളുടെ മുമ്പിൽ തല കുനിയാതിരിക്കുകയും ചെയ്യാം. രക്ഷപ്പെട്ട സമാധാനമുണ്ടായിരുന്നപ്പോൾ തന്നെ അവൾക്ക് വേറൊരു പ്രശ്നം. ഇന്നത്തേക്ക് മാത്രമല്ലേ രക്ഷപ്പെട്ടുള്ളൂ. ഇനിയും പുതിയ സിനിമ വരില്ലേ. അപ്പോഴും എലിസബത്ത് വിളിക്കില്ലേ. അപ്പോൾ എന്തു പറഞ്ഞൊഴിവാകും? അപ്പച്ചൻ പുതിയ സ്ഥലം മേടിച്ചു, രജിസ്ട്രേഷന് പോയി എന്ന് പറയാൻ എപ്പോഴും പറ്റുമോ? അങ്ങനെ സ്ഥലം മേടിക്കൽ മാത്രമാണ് അപ്പച്ചന് പണി എന്ന് വരില്ലേ. എങ്ങനെയെങ്കിലും അതിന് ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാൻ കഴിയണം. വീട്ടിൽ പറയാത്ത ഒരു ഏർപ്പാടിനും തൽക്കാലത്തേക്ക് ഞാനില്ല എന്ന് തുറന്നു പറയണം. അത് ആരുടെ കൂടെയാണെങ്കിലും ശരി. അതുതന്നെയാണല്ലോ കർത്താവ് തമ്പുരാനും പറഞ്ഞത്. അത് കേൾക്കാതെയും അനുസരിക്കാതെയും ഇരിക്കുന്നത് ഒരു കാരണവശാലും ഗുണത്തിന് ആയിരിക്കില്ല. ഏതായാലും പോകുന്ന വഴിക്ക് അമ്മച്ചിയോട് കാര്യമൊന്ന് പറഞ്ഞു വച്ചേക്കാം. അമ്മച്ചിക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാകും. അന്ന് രാവിലെ അവിടെ നിന്നും ഗോണിക്കുപ്പയ്ക്ക് പോയ വഴിക്ക് അവൾ ആ കാര്യം അക്കാമ്മയോട് പറഞ്ഞു. അക്കാമ്മയ്ക്ക് പേടി തോന്നി. എന്നാലും തൻ്റെ മകളുടെ തീരുമാനമോർത്ത് അഭിമാനവും. എലിസബത്ത് റിൻസിയെ അങ്ങനെ നന്നാകാൻ വിടുമോ? വീണ്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ പ്രലോഭിപ്പിച്ച് തൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കില്ലേ? അപ്പോഴൊക്കെ പിടിച്ചു നിൽക്കാൻ റിൻസിക്ക് കഴിയുമോ ആവും. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും
കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കുകയും ചെയ്യട്ടെ എന്ന്. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കേ.